ഇനി 2 കൊല്ലം ഹോസ്റ്റലിൽ. അങ്ങനെ കുറേ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാനും തന്നെ ഫാമിലീനെയൊക്കെ വിട്ട് ലൈഫിൽ ഫസ്റ്റ് ടൈം ഹോസ്റ്റലിലേക്ക് മാറുകയാണ്. സോ ഞാൻ നന്നായി എക്സൈറ്റഡ് ആണ്. അതുകൊണ്ട് എനിക്ക് ടെൻഷനുണ്ട്, അതുപോലെ കരച്ചിൽ വരുന്നതൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം നമുക്ക് നേരത്തിന് എത്താൻ പറ്റുമെന്നുള്ളതാണ്. കാരണം നമ്മുടെ റോഡിൻ്റെ അവസ്ഥ കണ്ടില്ലേ. എന്തായാലും ഈ കുണ്ടും കുഴിയൊക്കെ താണ്ടി നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ. എനിക്കിനി അടുത്തൊന്നും ലീവൊന്നുമില്ല. അത് കാരണം ഒരു 6 മാസത്തിനുള്ളൊക്കെ ഫുൾ പാക്കിംഗ് ആയിട്ടാണ് പോകുന്നത്. അങ്ങനെ എൻ്റെ ട്രെയിനൊക്കെ വരാറായി. ഇന്ന് വരെ NSS ക്യാമ്പിന് മാത്രമേ ഞാനും അമ്മയൊക്കെ ആയിട്ട് പിരിഞ്ഞു നിന്നിട്ടുള്ളൂ. അത് കാരണം എനിക്കിത് ഭയങ്കര ഇമോഷണലായിരുന്നു. പിന്നെ ഇതിൽ അമ്മയുടെ മേത്ത് സ്മൈലി വെച്ചുള്ളത് വേറെ ആരും കാണണ്ടല്ലോ അമ്മ കരയണത്. അങ്ങനെ ഇവിടുത്തെ യാത്ര പറച്ചിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ട്രെയിനിലൊക്കെ കയറി. ഇനിയൊരു 1 ഡേ ഫുള്ള് ട്രെയിനിൽ തന്നെയാണ്. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ചേരൊക്കെ കിടന്നിറങ്ങി. അങ്ങനെ മെല്ലെ മെല്ലെ ഹൈദരാബാദ് പോയി. ബട്ട് സ്റ്റിൽ എനിക്കിപ്പോഴും വിശ്വസിക്കാത്ത പോലെ ഞാൻ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ലൈഫിൽ നിന്നൊരു പുതിയൊരു ലൈഫിലേക്ക് പോവുകയാണ്. ഹോസ്റ്റലൊക്കെ സ്റ്റേ ചെയ്യാൻ പോവുകയെന്നൊന്നും എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. നോക്ക്, ഇത് കണ്ടോ ഗൈസ്? ഇതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ഹൈദരാബാദ് എത്തി. കാരണം ഇവിടെ മാത്രമേ ഞാൻ ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടുള്ളൂ. ഓട്ടോറിക്ഷയുടെ ഫ്രണ്ടിൽ 3 ആൾ 4 ആൾ, ബാക്കിൽ എത്രയൊക്കെയാണ്. കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഇതിലും കൂടുതൽ കണ്ടിരുന്നു. ഇതിലൊക്കെ എവിടെ അവരിയ്ക്കുന്നതാവോ? ഇതൊന്നും ഇവിടെ കുഴപ്പമില്ലേ? എന്തായാലും നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റി എത്തി. ഇന്ന് നമുക്കിവിടെ ഉള്ളത് ഹോസ്റ്റൽ അലോട്ട്മെൻറ്റാണ്. ഹോസ്റ്റൽ അലോട്ട്മെൻറ്റ് ഇന്നെടുത്തിട്ട് അച്ഛനായിട്ട് ഞാൻ പുറത്ത് താമസിക്കും. എന്നിട്ട് നാളെ വന്നിട്ട് ഹോസ്റ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് ഇത്തിരി ലോങ് പ്രോസസ്സാണെന്നാണ് കേട്ടത്. അങ്ങനെ കുറേ നേരത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ നമ്മുടെ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി അച്ഛനായിട്ട് ഇത് കണ്ടോ, ഇവിടെ ഫുള്ള് SFI ABVP അങ്ങനെ കുറേ പാർട്ടീസ് ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് 2 മാത്രമേ അറിയുള്ളൂ. പിന്നെ നമ്മുടെ അവിടെ KSU എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇവിടെ ഞാൻ വന്നപ്പോൾ അങ്ങനത്തെ ഒന്നും സംഭവം ഒന്നും കണ്ടില്ല. എന്തായാലും ഇതിപ്പോൾ രാത്രിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുവരെയുള്ളൂ. ഇനി ഹോസ്റ്റലിൽ പോയിട്ട് എന്തായി, റൂം തുറന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ.